ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ളോഗ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് 30 കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനും 30 കഴിഞ്ഞ ഒരാളാണ്. അപ്പം നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവരണം, അപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ടുള്ള കാലം മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് നമുക്ക് പറ്റും. ചിലർ പറയാറുണ്ട്, എന്തെന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അത് സത്യമാണ് അല്ലേ? കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിന് അത്രയും ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസും നമുക്കുണ്ടാവും അല്ലേ? അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം 30 വയസ്സ് കഴിഞ്ഞവർ റെഗുലറായിട്ട് ഡെയിലി ലൈഫിൽ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഫസ്റ്റാണ്, നമുക്ക് ഡെയിലി റെഗുലറായിട്ടൊരു എക്സസൈസുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കറിയാം എന്താണ്, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ എക്സസൈസുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് പറ്റുന്നവർക്ക് വീട്ടിൽ ചെയ്യാം. ഇനി നമുക്ക് എന്താണ്, കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഫ്രീ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എന്താണ് ലേഡീസ് ജിമ്മുകളുണ്ട് അല്ലേ? തൊട്ടടുത്ത് നമ്മൾ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള കൊച്ചു കൊച്ചു ലേഡീസ് ജിമ്മുകൾ കാണും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോവാം. അവിടെ പോയി എന്താണ് ഡെയിലി നമുക്ക് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോഴത്തെ ജിമ്മുകളൊക്കെ നമുക്കറിയാമല്ലോ, കുറച്ചുകൂടെ എൻ്റർടൈൻഡ് ആയിട്ടുള്ള ജിമ്മുകളാണ്. അതായത് എന്താണ്, ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ജിമ്മുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ലൊരു ജിമ്മാണ്. കാരണം വെച്ചാൽ ഡെയിലി വർക്കൗട്ടും കാര്യങ്ങളും ഉണ്ട്. അതുകൂടാതെ തന്നെ എന്താണ്, സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് മെൻ്റലി ഒന്ന് ഹാപ്പി ആയിരിക്കാൻ വേണ്ടി എന്താണ് അവർക്ക് അവർ കളിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നവരെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അത് ഇവിടെ കൈകൊട്ടുകളി, ഈ മാർഗ്ഗംകളി, അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് പുറത്ത് പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഒരു കണക്കൊക്കെ ഈ ഡാൻസും എല്ലാം ആ ഒരു എക്സസൈസിൽ ഉൾപ്പെടുന്നതാണല്ലോ. അപ്പം ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് നമ്മുടെ ശരീരത്തിനെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കും. അപ്പം ഡെയിലി ഒരു 2-3 വർക്കൗട്ടുകൾ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി മസ്റ്റായിട്ട് ചെയ്യേണ്ട സെക്കൻഡ് ഒരു കാര്യമാണ് എന്തെന്ന് അറിയാമോ, നമ്മുടെ കാൽസ്യം സപ്ലിമെൻറ്റ് കഴിക്കുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം എന്താണ്, നമ്മളൊക്കെ ഇനി അങ്ങോട്ടൊക്കെ ഒരു എല്ല് തേയ്മാനവും ഒക്കെ വരാൻ സാധ്യതയുള്ള ചാൻസ് ഉള്ള ഒരു കാലഘട്ടമാണല്ലേ ഇനി 30 കഴിഞ്ഞവർക്ക്. അപ്പം നമുക്കൊരു കാൽസ്യം സപ്ലിമെൻ്റ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താണ് ഒരു ഡോക്ടറെ കണ്ട് കാൽസ്യം സപ്ലിമെൻറ്റ് കഴിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരു കാൽസ്യം സപ്ലിമെൻറ്റ് ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതാണ്. 1 മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ ആഹാരത്തിന് 1 മണിക്കൂർ ശേഷം നമുക്കൊരു കാൽസ്യം സപ്ലിമെൻറ്റ് എടുക്കണം കേട്ടോ. അത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു ബോഡി ചെക്കപ്പ്, അതായത് ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ 6 മാസം കൂടുമ്പോഴോ, അല്ല വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ 1 ഇയർ കൂടുമ്പോഴോ എന്ത് ചെയ്യാം, ഒരു ബോഡി ചെക്കപ്പ് നടത്താൻ കേട്ടോ. അപ്പോൾ ഒരു ബോഡി ചെക്കപ്പ് നടത്തി നമ്മൾ ഓക്കെ ആണ് നമുക്ക് ഉറപ്പുവരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കറിയാം ഇനി എന്താണ്, ഈ തൈറോയ്ഡ് പോലുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പം മുടി തൊഴിച്ചിൽ, പിന്നെ എന്താണ് ശരീരം കൊണ്ട് പെട്ടെന്ന് വണ്ണം വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ഉറക്കമില്ലായ്മ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. ചിലപ്പോൾ അതിൻ്റെ കൂടുതലോ കുറവോ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മുടെ ബോഡിയെ ഫുൾ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത്. അപ്പം അത് ഡെയിലി ഒരു 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ നമ്മൾ ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണ്, മിനിമം ലെവലിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത 30 കഴിഞ്ഞവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഫുഡിലുള്ള ഡയറ്റ്. നമ്മളൊരു കറക്റ്റായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരണം. അതായത് എന്താണ്, ഷുഗർ, ഓയിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ നമ്മളറിയാം, നമുക്ക് ഈ പ്രസവമൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ വയറ് കുറയ്ക്കാനായിട്ട് മാക്സിമം ശ്രമിക്കില്ലേ. അപ്പോൾ ആ വയറ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഓയിലും ഷുഗറും അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്ത് ചെന്ന് നമ്മൾ ഒരു 30% വയറ് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഷുഗറും ഓയിലും നമ്മൾ അവോയ്ഡ് ചെയ്യുക. ബാക്കി നമ്മളെ ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. അതായത് എന്താണ്, ചോറൊക്കെ നല്ലോണം കുറയ്ക്കുക, ഇലക്കറികളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കുക, പിന്നെ ഫിഷ്, ചിക്കൻ, ഇതൊക്കെ മുട്ട, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ആവശ്യാനുസരണം നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, പച്ചക്കറികളും പിന്നെ എന്താണ് ഇലക്കറികളും, പിന്നെ അതുകൂടാതെ തന്നെ പയർ, മുളപ്പിച്ച പയർ, കടല, ഇതൊക്കെ എന്ത് ചെയ്യുക, ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ രാവിലെ ഡെയിലി ഒരു ഗ്ലാസ് പാൽ കുടിക്കും. അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു
എന്തെങ്കിലും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഹോർലിക്സോ ബൂസ്റ്റ്, വുമൺസ് ഹോർലിക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് എന്തെങ്കിലും നമുക്കൊന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ കേട്ടോ. അപ്പം ഇപ്പോൾ ഞാൻ പറയല്ലോ, ഇപ്പോൾ ഞാൻ വുമൺസ് ഹോർലിക്സ് കഴിച്ചിരുന്ന ഒരാളാണ് കേട്ടോ. അപ്പം എനിക്ക് ഇടയ്ക്ക് വെച്ച് കാൽ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് മുട്ടിൽ എല്ല് പൊട്ടലുണ്ടായിരുന്നു. അപ്പം ഈ പണ്ടുള്ളവർ പറയുന്ന പോലെ ഒരിക്കൽ കിട്ടിയതാണ് അല്ലേ എന്ന് പറഞ്ഞ പോലെ എന്താണ്, കാലൊക്കെ ഓക്കെ നടക്കാനൊക്കെ പറ്റി കുഴപ്പമൊന്നുമില്ലാതെ പോയി. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് കാലിൻ്റെ ആ മുട്ടുകൊണ്ട് ഭയങ്കര ഒരു എല്ലുകൊണ്ട് ഭയങ്കര വേദനയായിരിക്കും. അപ്പം ആരാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ വുമൺസ് ഹോർലിക്സ് ഒന്ന് കഴിച്ചു തുടങ്ങിയത്. അപ്പം അത് അത്യാവശ്യം എനിക്കൊരു ഹെൽത്തി ആയിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ അതിലവർ പറയുന്നുണ്ട്, നമ്മൾ 6 മാസം റെഗുലറായിട്ട് കഴിക്കുമ്പം നമുക്കൊരു എല്ലിനൊക്കെ നല്ല സ്ട്രോങ് ആവും, ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു 2 മാസം റെഗുലറായിട്ട് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ആ കാലിൻ്റെ ഒരു വേദനയൊക്കെ നല്ലോണം ഒന്ന് മാറിക്കിട്ടി കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 80% വേദന നമുക്ക് മാറിക്കിട്ടി. പിന്നെ ഞാൻ ബെൽറ്റ് ഇടാറുണ്ട് കേട്ടോ. അപ്പം പുറത്തൊക്കെ പോകുന്ന സമയത്ത് നീ ക്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിട്ടാണ് ഞാൻ എടുക്കാറ്. അപ്പം എന്നാലും ആ കാലിലൊരു വേദനയൊക്കെ വന്ന് പൂർണ്ണമായിട്ടും തന്നെ പറഞ്ഞൊരു 80% എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പം അത് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം അതിനെപ്പറ്റി എന്താണ് ഞാൻ കൂടുതൽ പറയുന്നത്, വുമൺസ് ഹോർലിക്സ് ഞാൻ ഇതാണ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ, വുമൺസ് ഹോർലിക്സിൻ്റെ. പിന്നെ എന്താണ് ഇതിൻ്റെ വില വന്ന് 330 രൂപയാണ്, 400 ഗ്രാമിന് 330 രൂപയാണ് വരുന്നത്. പിന്നെ എന്താണ് ഇത് നമ്മൾ എന്ത് ചെയ്യണം, പാലിലോ നമുക്ക് വെള്ളത്തിലോ നമുക്ക് കലക്കി കുടിക്കാം. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഇതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഇത് റെഗുലറായിട്ട് നമ്മളൊരു 6 മാസം യൂസ് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിൽ എന്താണ് ബോൺ ഡെൻസിറ്റിയും ഹെൽത്ത് ആയിട്ടുള്ള മസിൽസൊക്കെ ഉണ്ടാകും. 0 ആഡഡ് ഷുഗറാണ് കേട്ടോ. ആ ഷുഗർ ആഡ് ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നല്ലതാണ്. ഇത് ഓരോ ഫ്ലേവറുണ്ട്, ചോക്ലേറ്റ് ഫ്ലേവറുണ്ട്, കാരമൽ ഫ്ലേവറുണ്ട്. അപ്പം അങ്ങനെ ഓരോ ഫ്ലേവറും ഉണ്ട്. അപ്പം നമുക്ക് അത് നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ച സാധനമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് പ്രത്യേകം പറയുന്നുണ്ട്, കുട്ടികൾക്കോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനോ പിന്നെ എന്താണ് പാൽ കൊടുക്കുന്ന അമ്മമാരൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം പൊട്ടാസ്യം കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഉപയോഗിക്കാൻ പാടില്ലെന്നതിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. 30 കഴിഞ്ഞവർക്ക് ഉപയോഗിക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ കഴിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ. അപ്പം വുമൺസ് ഹോർലിക്സ് ഉപയോഗിക്കുന്നത്, നമ്മൾ പാലിലൊക്കെ കലക്കി കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു എല്ലിനൊക്കെ ഒരു ശക്തി കിട്ടാൻ നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റും കൂടെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പിന്നെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരം ഓക്കെയാണ്, നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും വയ്യായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, മനസ്സും അതേപോലെ തളർന്നു. പക്ഷെ നമ്മുടെ ശരീരം ഓക്കെയാണ്, നമ്മുടെ ശരീരം നമുക്ക് തന്നെ നമ്മളെ ഹെൽത്തി ആണെന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ മനസ്സും അതേപോലെ ഹെൽത്തി ആയിരിക്കും അല്ലേ. നമുക്ക് ഡെയിലി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും, ഓക്കെ ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. പിന്നെ എന്താണ്, നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ എപ്പോഴും മാറ്റി വയ്ക്കണം കേട്ടോ. അതായത് നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അതിന് വേണ്ടി നമ്മൾ ഡെയിലി നമ്മളൊരു 1 മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കുന്നത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരം ഓക്കെ ആയിരിക്കണം. അപ്പോൾ ശരീരം ഓക്കെ ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 30 കഴിഞ്ഞവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ബാക്കി വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതമാണ് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് വേലിയേറ്റം വേലിയിറക്കാം എന്നതുപോലെ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ദുഃഖങ്ങളും ഉണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മൾ ആ സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും നമുക്ക് ഓക്കെ ആവണം. അപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും നമുക്ക് ഓക്കെ ആകുമ്പോൾ നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങളും നമ്മുടെ പ്രതിസന്ധികളെല്ലാം നമുക്ക് തരണം ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതം നമുക്ക് വിജയിച്ചെടുക്കാനും ജീവിതം സക്സസ് ആകാനും നമുക്ക് സഹായിക്കും. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ലൈഫും നമ്മുടെ ജീവിതവും നമുക്ക് ചുറ്റുമുള്ളവരും ഹാപ്പി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. അപ്പം എല്ലാവരും ടേക്ക് കെയർ.